ADGP ദത്താത്രേയ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനമില്ലെന്ന് വരുത്താനുള്ള CPIM നിലപാടിൽ കടുത്ത അതൃപ്തിയുമായി CPI. MV ഗോവിന്ദനെ പരസ്യമായി തള്ളാൻ ബിനോയ് വിശ്വം വാർത്താസമ്മേളനം വിളിച്ചത് അപൂർവതയായി. മുഖ്യമന്ത്രി മൗനം തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നുകൂടിയാണ് ഇതുവഴി CPI വ്യക്തമാക്കുന്നത്. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ADGP MR അജിത് കുമാർ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടതിന് പാർട്ടിക്കെന്ത് കാര്യമെന്ന് പറഞ്ഞൊഴിയാൻ CPMന് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI. കൂടിക്കാഴ്ച ഗൗരവതരമായ കാര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതോടെ CPMന് ഇനി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കേണ്ടിവരും. LDFന്റെ ചെലവിലല്ല കൂടിക്കാഴ്ച നടന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ബോധപൂർവമാണ്. ഇതിൽ CPM ഒഴിച്ച് മുന്നണിയിലെ മറ്റൊരു കക്ഷിക്കും പങ്കില്ലെന്ന് പറയുന്നതായി CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. അത് ഗൗരവമുള്ള കാര്യമാണ്. എന്ത് വിജ്ഞാനമാണ് ADGPക്ക് ഇത്തരുണത്തിൽ RSSന്റെ വ്യക്തമായിട്ട് പങ്കിടാനുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. LDFന് ഒന്നും പങ്കിടാനില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. LDF ചെറിയ പോയിട്ടില്ല, പോകാൻ പാടില്ല. CPIയെ എതിർക്കാൻ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നത് അന്തർധാര സജീവമാണെന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകി. CPI എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് പുലിയാണ്. പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നട്ടലില്ലാത്ത പാർട്ടിയാണ് CPI. CPIക്ക് ഒരു അഭിപ്രായവുമില്ല. അധികാരത്തിൽ പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത്. CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPIM. കേരള പാർട്ടിയെ RSSൽ കൊണ്ടുകെട്ടുമ്പോൾ കേന്ദ്ര നേതാക്കൾ കാഴ്ചക്കാരായി നിൽക്കുകയാണോ എന്ന KC വേണുഗോപാലിന്റെ ചോദ്യം CPIM കേന്ദ്ര നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.